OnePlusന്റെ നോട്ട് സീരീസിലേക്ക് OnePlus Note 3 ലോഞ്ച് ചെയ്തായിരുന്നു. അപ്പം ആ ഒരു മോഡലിൻ്റെ പ്രൈസ് കാറ്റഗറി വെച്ച് നോക്കുന്ന സമയത്ത് കുറേ അധികം മോഡൽസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ OnePlus Note 3യും അതുപോലെ Poco F5 തമ്മിലുള്ള കമ്പാരിസണാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മുടെ iQOO Neo 7 Pro വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ 35,000 രൂപ ബഡ്ജറ്റിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ഇറച്ച് വാങ്ങാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു iQOO Neo 7 Pro എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ രണ്ട് മോഡലിൽ ഏതായിരിക്കും ആക്ച്വലി വിന്നർ എന്നുള്ളതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? അതായത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം പോയിട്ട് നോക്കിയിട്ട് വന്ന് കമൻറ്റ് ചെയ്യാനുള്ള ഉദ്ദേശിച്ചത്, അല്ലാണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് ഗസ് ചെയ്ത് റോങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആൻസർ ശരി ആയിക്കോട്ടെ, യാതൊരു ഇഷ്യൂ ഇല്ല, ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. OnePlus Note 3യിൽ MediaTekൻ്റെ ചിപ്സെറ്റാണ്, അതുപോലെ Poco F5ൽ സ്നാപ്ഡ്രാഗണിൻ്റെ ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ Note 3യിൽ MediaTek Dimensity 9000 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമ്മുടെ Poco F5 ആണെങ്കിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 7+ Gen 2 എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റാണ് നമ്മുടെ Poco F5ൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മോഡലിലും നമുക്ക് UFS 3.1ൻ്റെ സ്റ്റോറേജും കാര്യങ്ങളും വരുന്നുണ്ട്. അത് മാത്രമല്ല LPDDR5X റാമാണ് Note 3യിൽ വരുന്നത്, LPDDR5ൻ്റെ റാമാണ് Poco F5ൽ വരുന്നത്. ഈ ഒരു രണ്ട് ചിപ്സെറ്റിൻ്റെയും കോർ ആർക്കിടെക്ചർ സെയിം ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. Dimensity 9000ലാണെങ്കിൽ നമുക്ക് ഹയർ ക്ലോക്ക്ഡ് ആയിട്ടുള്ള പ്രൈം കോറും അതുപോലെ പെർഫോമൻസ് കോറും കൊണ്ടുവന്നിട്ടുണ്ട്. GPUവും ബെറ്റർ ആയിട്ടുള്ളത് ഈ ഒരു MediaTek Dimensity-ലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ ബെഞ്ച് മാർക്ക് നോക്കുന്ന സമയത്ത് സ്നാപ്ഡ്രാഗൺ ആണ് ഈ ഒരു Dimensity-നെ ബീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു രണ്ട് സ്മാർട്ട് ഫോണിലും ഹയർ ആയിട്ടുള്ള ഗ്രാഫിക്സ് സെറ്റിംഗ്സ് ഇട്ട് കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം 57-56 ആ ഒരു FPS-ലാണ് മാക്സിമം നിങ്ങൾക്ക് ഫ്രെയിം റേറ്റും കാര്യങ്ങളും കിട്ടുന്നത്. രണ്ട് സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഡെയിലി യൂസിന് യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല, നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും രണ്ട് സ്മാർട്ട് ഫോണിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. പക്ഷേ നിങ്ങൾ ദിവസം കുറേ അധികം ഗെയിംസും കാര്യങ്ങളും കളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ Poco F5 ഓക്കെയാണ്. പക്ഷേ നോഡിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് അവരുടെ കൂളിംഗ് സിസ്റ്റം കുറച്ചുകൂടെ ബെറ്റർ ആവാനുണ്ട്, ഇമ്പ്രൂവ് ആവാനുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ക്യാമറ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് Poco F5 സൈഡിലേക്ക് മാറ്റി വെക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര പറയാൻ പറ്റിയ ഒരു ക്യാമറ സിസ്റ്റം അല്ല ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ നോഡ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ക്യാമറ സിസ്റ്റം തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ OnePlus 11 സീരീസിൽ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു മെയിൻ സെൻസറാണ് ഈ ഒരു Note 3യിലും കൊണ്ടുവന്നിരിക്കുന്നത്. അത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ Note സീരീസിൽ അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സിസ്റ്റം ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. അതായത് Sony IMX890 എന്ന് പറയുന്ന ആ ഒരു സെൻസറും കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ 50mm വിത്ത് OS സപ്പോർട്ട് ആയിട്ടുള്ള ഒരു ലെൻസാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 8mm അൾട്രാ വൈഡ് ലെൻസ് വരുന്നുണ്ട്, 2mm മാക്രോ ലെൻസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ 4K and 60 FPS ഒരു മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം പോക്കോനെ വെച്ച് നോക്കുന്ന സമയത്ത് മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ സിസ്റ്റം നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു Note 3യിലാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് വരുന്നത്. Note 2Tയിൽ 32 മെഗാപിക്സലായിരുന്നു, അത് വെട്ടിക്കുറച്ചപ്പോൾ 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കിട്ടുന്നത്. 1080p and 60 FPS മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ക്യാമറ വെച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നോഡിൻ്റെ ക്യാമറ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഡിസ്പ്ലേ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് മോഡലിലും അമോലെഡ് ഡിസ്പ്ലേ കാര്യങ്ങളും വരുന്നുണ്ട്. രണ്ട് മോഡലും 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് Note 3യിൽ നമുക്ക് 10-bit ഡിസ്പ്ലേ ആണെങ്കിൽ Poco F5ൽ നമുക്ക് 12-bit ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്ക് Note 3യിൽ 1450 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളാണ് വരുന്നത്. Poco F5ൽ നോക്കുവാണെങ്കിൽ നമുക്കിനകത്ത് 1000 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളാണ് വരുന്നത്. നമ്മൾ പെട്ടെന്ന് ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും, അതായത് സ്ലിം ആയിട്ടുള്ള ബെസൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു രണ്ട് ഡിസ്പ്ലേയും വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ച് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് Note 3ൻ്റെ ഡിസ്പ്ലേ തന്നെയാണ്. നമുക്ക് സ്കിൻ ടോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹയർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളുള്ളത് ഈ ഒരു Note 3യിലാണ്. മറ്റേതിൽ നമുക്ക് 1000 nitsൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളുള്ളൂ. പിന്നെ സ്കിൻ ടോണും കാര്യങ്ങളും ചില സമയത്ത് അത്ര ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. അപ്പം അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. Note 3യിൽ നമുക്ക് HDR10+ കാര്യങ്ങൾ സപ്പോർട്ട് ആയിട്ടുണ്ട്. മറ്റേ Poco F5ലാണെങ്കിൽ ഡോൾബി വിഷനും കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് എൻ്റെ ഒരു അഭിപ്രായം Note 3 ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ബാറ്ററി നോക്കുകയാണെങ്കിൽ രണ്ട് മോഡലിലും നമുക്ക് 5000 mAh ബാറ്ററി കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ നമുക്ക് Note 3യിൽ 80W ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ Poco F5ലാണെങ്കിൽ 67W ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളാണ് വരുന്നത്. Note 3യിൽ നമുക്ക് 0 to 100 വരെ ചാർജ് ചെയ്യാനായിട്ട് 34 മിനിറ്റ് ഏകദേശം വരും. Poco F5ലാണെങ്കിൽ 0 to 100 വരെ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് 45 മിനിറ്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ബാറ്ററി നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള നിൽക്കുന്നതെന്ന് പറയുന്നത് Poco F5ൻ്റെ ബാറ്ററിയാണ്. ഇനി നമ്മൾ സോഫ്റ്റ്വെയർസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് Note 3യിൽ നമുക്ക് 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും അതുപോലെ നമുക്ക് ഇതിനകത്ത് 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. Poco F5ൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ആണ് കിട്ടുന്നത്. Note 3യിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് തന്നെ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് അധികം ലോഡ് വൈസും കാര്യങ്ങളും ഈ ഒരു Note 3യിൽ കാണുന്നില്ല. പക്ഷേ Poco F5ൽ നോക്കുകയാണെങ്കിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് കുറേ അധികം ആപ്ലിക്കേഷനും കാര്യങ്ങളും വരുന്നുണ്ട്, അതുപോലെ തന്നെ ആർട്സും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് കിട്ടുന്നത് Note 3യിലാണ്. ഇനി നമ്മൾ ഫൈനലായിട്ട് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഡിസൈൻ ഞാൻ ഏറ്റവും അവസാനം കൊണ്ടുവരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോരുത്തരും ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമുള്ള പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് മറ്റ് ഡിസൈൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് മാത്രമാണ്. പക്ഷേ എന്ത് തന്നെയാലും നമുക്ക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ രണ്ട് മോഡലും ബോക്സി ഡിസൈൻസ് ആണ് വരുന്നത്. പിന്നെ ഈ രണ്ട് മോഡലും നമുക്ക് സർക്കിളിൻ്റെ ഷേപ്പിലുള്ള ക്യാമറ മൊഡ്യൂൾസ് ആണ് വരുന്നത്. പോക്കോയിലാണെങ്കിൽ 3 സർക്കിൾ വരുന്നുണ്ട്, നമ്മുടെ നോഡിലാണെങ്കിൽ 2 സർക്കിളാണ് വരുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ഡിഫറൻസ് വരുന്നുണ്ട്. പോക്കോയിൽ ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളും വരുന്നുണ്ട്, നോഡിൽ ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളും വരുന്നില്ല. ഹെഡ്ഫോൺ ജാക്കിന് പകരമായിട്ട് നമുക്ക് അലർട്ട് സ്ലൈഡറും കാര്യങ്ങളും Note 3യിലുണ്ട്. നോഡിൻ്റെ തിക്നെസ്സും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ
8.1 mm തിക്നെസ്സും കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ 190 ഗ്രാമാണ് ടോട്ടൽ വെയിറ്റും കാര്യങ്ങൾ വരുന്നത്. പോക്കോ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് 7.9 mm തിക്നെസ് ആണ് വരുന്നത്. 180 ഗ്രാമാണ് ടോട്ടൽ വെയിറ്റും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഓവറോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും പോകുന്നത്. അപ്പം ഡിസൈൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നോഡ് കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഗെയിമിംഗ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ പോക്കോ F5 ആണ്. കുറച്ചും കൂടെ കൂളായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ഗെയിം കളിക്കുന്ന സമയത്ത് അധികം വാമും കാര്യങ്ങളൊന്നും ആവില്ല. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ നിലനിർത്തിക്കൊണ്ടാണ് പോക്കോ പോകുന്നത്. പക്ഷേ നോഡിലേക്ക് വരുന്ന സമയത്ത് കൂളിംഗ് സിസ്റ്റം കുറച്ചുകൂടെ ബെറ്റർ ആവാനുണ്ട്. അതെന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളും കൊണ്ടുവരുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആവുമായിരിക്കും. അങ്ങനെ നോക്കുന്ന സമയത്ത് നോഡ് കുറച്ച് സൈഡിലേക്ക് നിൽക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു ബെറ്റർ ക്യാമറ, അതുപോലെ സോഫ്റ്റ്വെയർ, അതുമാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു ഡിസ്പ്ലേ കാര്യങ്ങളും കിട്ടുന്നത് ഈ ഒരു നോഡ് 3യിലാണ്. പോക്കോ നോക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ്, അതുമാത്രമല്ല നമുക്ക് നല്ലൊരു ബാറ്ററി ബാക്കപ്പ്, ഹെഡ്ഫോൺ ജാക്ക്, ഈ ഒരു 3 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു 2 മോഡലിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത്, അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.